ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോമ്പിനെല്ലാം ഫ്രീസ് ചെയ്തിട്ട് വെക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇത്. വളരെ സിമ്പിളാണ്, വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കലാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട, ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂട്ടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കുന്നുണ്ട്. ഉള്ളി അങ്ങനെ വല്ലാണ്ട് വാടി വരുമൊന്നും ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരമുറി ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിന്, പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു 2 ചെറിയ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കലാണ്. അപ്പോൾ പച്ചക്കറിയൊന്നും അങ്ങനെ വല്ലാണ്ട് വാടി വരുമൊന്നും ചെയ്യണ്ട. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചിക്കനെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഇളക്കിയിട്ടാകുമ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല. ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന്, പിന്നെ വെജീസിൽ ഒന്നും ഉപ്പിട്ട് കൊടുത്തില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. വെജീസ് ഒന്നും അങ്ങനെ വല്ലാണ്ട് കുക്കാവും ചെയ്യേണ്ട, നമുക്കൊരു കടിക്കാനെല്ലാം കിട്ടൂല, അങ്ങനത്തെ ഒരു പാകമായാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫാക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മസാല. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ 2 ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടെടുത്തിന്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പും ഇട്ടിട്ടൊന്ന് 2 വിസിൽ വരുന്നവരെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ചീസാണ്. ഞാൻ കുറച്ച് ചീസ് ഇതാ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയും ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കലാണ്. അപ്പോൾ കൈനെക്കൊണ്ട് നല്ലോണം തന്നെ എല്ലാം കൂടി ഉടച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടുന്നത് ബ്രെഡാണ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ബ്രെഡ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആക്കിയ ഫില്ലിംഗ് ഇല്ലേ, ഫില്ലിംഗ് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കലാന്ന്. എന്നിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഒരു ബ്രെഡ് 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്നാക്സാണ്. നമ്മുടെ ഈ ഫില്ലിങ്ങിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാൻ കണ്ടില്ലേ, ഞാൻ ആ ഫില്ലിംഗ് കൊണ്ട് ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മൈദയുടെ ബാറ്ററിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ എന്ത് സ്നാക്സ് ആക്കുമ്പോൾ മൈദയുടെ മാവിൽ കോട്ട് ചെയ്തെടുക്കലായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എണ്ണ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഇട്ടപാട് തന്നെ മറിച്ചിടാൻ വേണ്ടി നിൽക്കറ്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഒരു ഭാഗം പൊന്നിട്ടാകുമ്പോൾ മറ്റേ ഭാഗവും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ സ്നാക്സ് ഇടുമ്പം എണ്ണ നല്ല ചൂട് വേണം, നല്ല ചൂടിലിട്ടിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ചൂടില്ലാഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണ വലിച്ച് കുടിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഉണ്ടാക്കാനും സിമ്പിളാണ്. വീട്ടിലുള്ള ചേരുവകളെല്ലാം മാത്രം മതി. ഒരുപാട് സ്നാക്സ് ഉണ്ടാവുകയും ചെയ്യും കുറച്ച് ചേരുവ കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വെക്കാൻ പറ്റിയൊരു സ്നാക്സായത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.